ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മളിലേറെ പേരും ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലേ? ഒരു കാലത്ത് ഞാനും അങ്ങനെയായിരുന്നു. സമയം പൂർണ്ണമായും നമ്മുടെ കൈകളിലല്ല തന്നെയാണ്. എങ്കിലും കുറച്ചൊക്കെ നമ്മുടെ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒക്കെ കൊണ്ട് നമുക്ക് കുറച്ച് സമയം നമ്മുടെ കൈക്കുള്ളിലാക്കാം എന്ന് മനസ്സിലാക്കി ഞാൻ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നാളെ 3-4 മണിക്കൂർ നമ്മുടെ കൈക്കുള്ളിലാക്കണമെന്നുണ്ടെങ്കിൽ, കുറച്ച് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്ലാൻ ചെയ്യണം. അതെങ്ങനെ? അതായത് രാത്രി ഒരു 6 മണിക്ക് മുമ്പേയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ട്, അല്ല കുറഞ്ഞതൊരു 7 മണിക്ക് മുമ്പെങ്കിലും ആഹാരങ്ങളെല്ലാം കഴിച്ച് എല്ലാവർക്കും കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ട് കിച്ചൺ ഒന്ന് പൂട്ടണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? എല്ലാവരും ആഹാരം കഴിക്കുക. ബാക്കി വരുന്നത്, ഇപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാൽ നമുക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം പഴങ്കഞ്ഞിയായിട്ട് കഴിക്കാം. അതും ഹെൽത്തിയാണ്. പിള്ളേർക്കും കൊടുക്കാം. വെറും പഴങ്കഞ്ഞിയല്ല, തൈരിടാം, അതിലിടേണ്ട സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കാം. ബാക്കി വരുന്ന കറികളൊക്കെ നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. പുറത്ത് വയ്ക്കാൻ പാടില്ല. മാക്സിമം ചെറിയ പ്രാണികളില്ലേ, രാത്രിയുള്ള പാറ്റ, പല്ലി, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പ്രാണികളൊക്കെ വന്ന് അതിൽ എത്തി നോക്കിയിട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പിറ്റേന്ന് വയ്ക്കാൻ പോകുന്ന കറികളെ ഒന്ന് പ്ലാൻ ചെയ്യാം. എന്താണ് വയ്ക്കണമെന്ന് വിചാരിച്ചിട്ട് നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നീറ്റായിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലങ്ങ് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ബേർഡൻ ഇല്ല. എന്താണ് വയ്ക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ആൾറെഡി പ്ലാൻഡാണ്, അത് പ്രിപ്പയർഡുമാണ്. അപ്പോൾ ഈസിയായി, കുറച്ച് ജോലികളൊക്കെ ഈസിയായി. പിന്നെ ബാക്കി വരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, എല്ലാ വെജിറ്റബിൾസും അങ്ങനെ വയ്ക്കാൻ പാടില്ല. ചിലതൊക്കെ, അതായത് ഉള്ളി പോലത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കാനും പാടില്ല. ഉള്ളി ഫ്രിഡ്ജിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പാടില്ല. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതുപോലത്തതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതലുള്ള അറിവുകൾ ശേഖരിച്ചതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഏതൊക്കെ ഫ്രൂട്ട്സ് വയ്ക്കാൻ പാടില്ല, ഏതൊക്കെ വെജിറ്റബിൾസ് വയ്ക്കാൻ പാടില്ല എന്ന് അത് ഞാനൊരു സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പം എനിക്കൊരു ബാക്കിയൊരു ഉള്ളി വന്നു. ഇത് ഞാൻ വെറുതെ ഒരു ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്ത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. ഇത് ആവശ്യമില്ലാതെ ഉള്ളി തോലിളക്കി വെച്ചതാണ്. ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചത് എക്സ്ട്രാ ഒന്നും ആയിപ്പോയി കേട്ടോ. രാത്രിത്തെ ഫുഡിന് വേണ്ടി ചെയ്തതാണ്. ഇത് കുറച്ച് ചക്കക്കുരുവാണ്. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആയത് കാരണം കുറേ പിള്ളേരൊക്കെ ചക്കപ്പഴം കഴിച്ചിട്ട് അതിൻ്റെ കുരുവിൻ്റെ കൂടെ തന്നെ ആ പഴത്തിൻ്റെ കുറേ വേസ്റ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങനെ വച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ കുറ്റീച്ച വരും, വീട് മൊത്തം ഒരു ബാഡ് സ്മെല്ലുണ്ടാവും പിറ്റേന്ന് രാവിലെ. സോ അതിൻ്റെ ആടയില്ലേ, അതിനെന്ത് പറയുക, അതിൻ്റെ തോല് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചക്കക്കുരുവിനെ വെറുതെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി ഉണങ്ങാൻ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ചക്കക്കുരു നന്നായിരിക്കും. നമുക്ക് കിച്ചണിലും ഒരു ബാഡ് സ്മെൽ ഇല്ലാതിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ജോലിയിൽ സന്തോഷത്തോടെ മനസ്സ് ഈടുപെടണമെങ്കിൽ മനസ്സെങ്ങനെ ഇരിക്കണം? ഫ്രീ ആയിട്ട്, ഒരു അഴുക്കില്ലാതെ, വിഷമങ്ങളില്ലാതെ ശുദ്ധമായിരിക്കണം അല്ലേ? അവൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞു, ഓഫീസിൽ നമ്മുടെ സുപ്പീരിയർ അങ്ങനെ പറഞ്ഞു, ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള വിഷമങ്ങളൊന്നുമില്ലാതെ എല്ലാം മറന്ന് മനസ്സ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ, മനസ്സിലെ ആ കറകളൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് വേറെ അടുത്ത ജോലികളിലേക്ക് ഈടുപെടാൻ പറ്റുകയുള്ളൂ. അപ്പം അതുപോലെയാണ് നമ്മുടെ അടുക്കളയും. ശുദ്ധമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ജോലികൾ ചെയ്യാനുള്ള ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. എനിക്കങ്ങനെയാണ്. അടുക്കളയിലെല്ലാം വലിച്ചു വാരിയിട്ടിരുന്ന എനിക്കൊരു ജോലി നടക്കില്ല. ഞാൻ ആദ്യം എല്ലാം ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ നീറ്റായിരുന്നാൽ മാത്രമേ ഞാൻ ഏത് സദ്യ വേണമെങ്കിലും ചെയ്യും. മനസ്സിലായോ? അപ്പോഴപ്പോഴും ചെയ്യുന്ന ജോലികൾ, അതായത് ഓരോ ജോലികൾ തീരെ ആ പാത്രങ്ങൾ ഉടനെ കഴുകി സിങ്ക് നിറഞ്ഞു കിടന്നാൽ പിന്നെ എനിക്കത് ക്ലീൻ ചെയ്യാതെ എനിക്ക് അടുത്ത ഒരു കറിയും ഉണ്ടാക്കാൻ തോന്നില്ല. അതെൻ്റെ ഹാബിറ്റാണ്, എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി. അതുപോലെ ഡെയിലി രാത്രിയിൽ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ആ ടാപ്പ്, അത് പിന്നെ അതിൻ്റെ സിങ്ക് എല്ലാമേ സോപ്പിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശം ഇവിടെ ഇരിക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഇരിക്കുമ്പോഴാണ് പാറ്റ, പല്ലി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാത്രങ്ങൾ കഴുകുന്ന സ്ക്രബ്ബറും ഇവിടെ തേച്ച് കഴുകുന്ന ബ്രഷ്, അത് തുടയ്ക്കാൻ എടുക്കുന്ന ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈപ്പറോ, ഇതൊക്കെ എല്ലാം ഒന്ന് ഡ്രൈ ആക്കണം, കഴുകി ഡ്രൈ ആക്കണം. പിന്നെ സിങ്കിലും വാഷ് ബേസിനിലും ഒക്കെ നമുക്കിതുപോലത്തെ ഒരു നാഫ്തലിൻ ബാൾസ് ഇടുകയാണെങ്കിൽ അതൊരു ചെറിയൊരു സ്മെല്ല് കിട്ടും, അതും നല്ലതാണ്. പിന്നെ സ്റ്റൗ തുടയ്ക്കാൻ മറക്കരുത്. സ്റ്റൗ എത്ര ക്ലീനായിട്ടിരുന്നാൽ കൂടെയും ചെറുതായിട്ടെങ്കിലും ഒന്ന് തുടച്ചിടണം. വെറും വെള്ളത്തിന് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് വെള്ളത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ സാധാരണ കർപ്പൂരം ഇട്ട് ചെയ്യാം. എല്ലാ വെള്ളത്തിന് പകരം കുറച്ച് വിനീഗർ എടുക്കാം. വിനീഗറും പച്ചക്കർപ്പൂരം അങ്ങനെ ചേർത്ത് സ്പ്രേ ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മണമുള്ള ഏതെങ്കിലും
ലിക്വിഡുകൾ, ഡിഷ് വാഷ് ലിക്വിഡോ കംഫർട്ടോ എന്തെങ്കിലും അതിൽ കുറച്ച് പച്ചക്കർപ്പൂരമൊക്കെ ഇട്ട്, അതായത് പച്ചക്കർപ്പൂരത്തിൻ്റെ മണം അത് പല്ലിയൊന്നും വരില്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് ഞാനിവിടെ അതാണ് ചെയ്യുന്നത്. ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കിച്ചൺ ടോപ്പും ഇതൊക്കെ ഒന്ന് നീറ്റായി തുടച്ചിടുമ്പോൾ അത് കാണാനും കിച്ചണിൽ നിൽക്കുമ്പോഴും ഒരു സുഖമാണ് കേട്ടോ, നല്ല മണമായിരിക്കും. ഇങ്ങനെ തുടയ്ക്കുന്നതിനൊപ്പം അടുത്തിരിക്കുന്ന ഭരണികൾ, ഉപ്പ്, കല്ലുപ്പ്, പൊടിയുപ്പ്, പുളി, കുടംപുളി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്സൊക്കെ ഒന്ന് നൈറ്റായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ, ഇത് ഡെയിലി ചെയ്യണമെന്നില്ല, ഒരു ദിവസം വിട്ടൊക്കെ ചെയ്താൽ മതി. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കൊണ്ട് എടുക്കുന്ന സമയത്തൊക്കെ അതിലുള്ള കയ്യിലുള്ള എണ്ണ വീഴ്ക്കും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കടു വറുക്കുമ്പോൾ അതിലുള്ള എണ്ണയൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതെല്ലാം ഒന്ന് കൈയോടെ ഒന്ന് തുടച്ചു കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് പോകുക അത്ര തന്നെ. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു തനിയായിട്ടൊരു സമയം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പോഴപ്പോഴും ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് നമുക്ക് തോന്നില്ല. അതുപോലെ സ്റ്റൗവിൻ്റെ ബാക്കിൽ ആ വാൾസ് വന്ന് അതും ഡെയിലി വെള്ളം തൊട്ട് തുടക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും. എൻ്റെ ഈ പാറ്റേൺ, ഇവിടുത്തെ ടൈൽസിൻ്റെ പാറ്റേണിൽ അഴുക്കുണ്ടായാൽ കൂടെ അറിയാൻ പറ്റില്ല. എങ്കിലും എനിക്കറിയാം തീർച്ചയായിട്ടും അഴുക്ക് കാണുമെന്ന്. ഞങ്ങൾ ചെന്നൈയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ വീട്ടിൽ വൈറ്റ് കളർ ടൈലായിരുന്നു കേട്ടോ. അപ്പോൾ ഡെയിലി എനിക്കറിയാം അവിടെ എങ്ങനെ ഇരിക്കുമെന്ന്. എന്നും രാത്രിയാകുമ്പോൾ അത് തുടച്ചിട്ട് തന്നെ കിടക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഇതിലുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ അഴുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ കിച്ചൺ ടോപ്പെല്ലാം തുടച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം കഴുകി വെച്ചിരുന്ന പാത്രങ്ങളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ആവും. പിന്നെ ആ പാത്രങ്ങളൊക്കെ അതാത് സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പാത്രം വയ്ക്കുന്ന ആ കൂടയില്ലേ, അതൊന്ന് ഫ്രീ ആവും. അതിരിക്കുമ്പോഴേ വീടിനകത്തൊരു ഫുൾ ഒരു എന്തോ പോലെയാണ് എനിക്ക്. അപ്പോൾ അതിനെ ഒന്ന് എം ടി ആക്കി വയ്ക്കുമ്പോൾ അത് നമ്മുടെ അടുക്കള കാണാൻ അതൊരു ഭംഗിയാണ് കേട്ടോ. പിന്നെ രാത്രി കുടിക്കാനുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. രാവിലത്തേക്ക് ആവശ്യമായ കുടിവെള്ളം ചൂടാക്കി വയ്ക്കാം. അപ്പോൾ രാവിലെ ആർക്കെങ്കിലും വെള്ളം വേണമെങ്കിൽ ഉടനെ ചൂടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മോട്ടറിട്ട് ടാങ്ക് ഫില്ല് ചെയ്യാം. രാവിലെ കഴിക്കുമ്പോൾ ഒരു പക്ഷേ എങ്ങനെയാണ് പവർ സപ്ലൈ ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ സുഖമായിരിക്കും. പിന്നെ കിച്ചൻ്റെ ജനാലകളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കേരളത്തിലെ ന്യൂസ് നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും പാമ്പ് കയറി അങ്ങനെയൊക്കെയുള്ള ന്യൂസിലാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. എൻ്റെ കിച്ചൻ്റെ ഇപ്പോഴത്തെ ആ ലുക്ക് എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴേ എനിക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞൊന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ പോയി ഒന്ന് കിടന്നാൽ നല്ല ഉറക്കം വരും കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇതെൻ്റെ കിച്ചൻ്റെ വ്യൂ ആണ്. എല്ലാം ക്ലീനാണ്, ഡ്രൈ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മനസ്സിനൊരു സന്തോഷം വരും. വീട്ടിൽ ആൾറെഡി എല്ലാം പ്ലാനാണ് ഇന്ന് എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി. നമുക്ക് 1 hour മതി എല്ലാം ഉച്ചവരെയുള്ള ആഹാരം, രാവിലത്തേക്ക് ഉച്ചത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ടാവും എനിക്കറിയാം. അവർക്കൊക്കെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ഇതുപോലെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഒത്തിരി നേരം, ഒരു കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അത് അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ ടൈം കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ല വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്കൊരു സിനിമ കാണാനോ എന്തെങ്കിലും വായിക്കാനോ, ബുക്കുകളെടുത്ത് വെച്ച് വായിക്കാനോ അല്ലെങ്കിൽ കുറച്ച് പുറത്ത് പോകാനോ അവർക്കെന്നുള്ള ഒരു യാത്രകൾ കാണില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമുക്ക് ധാരാളം കിട്ടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.